ഏകദേശം 50 വർഷത്തെ പാരമ്പര്യമുള്ള കൂനമ്മാവ് INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉത്രാട ദിനത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ പറവൂർ മുനിസിപ്പൽ ചെയർമാൻ രമേശ് ടി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. INTUCയുടെ കൂനമ്മാവ് യൂണിറ്റിന്റെ ഓണാഘോഷം ത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇത്തവണ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നമ്മുടെ MLA ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയിൽപ്പെട്ട അംഗങ്ങളുടെ ഒരു ഓണാഘോഷമാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ബിവറേജസ് കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനം എങ്കിൽ വിൽപ്പനയിൽ, ഓണ വിൽപ്പനയിൽ, ഇത്തവണ അതിവിടെ കടന്ന് സപ്ലൈകോ ഓണ വിപണിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവിടെ പറവൂരത്തെ സപ്ലൈകോൻ്റെ ബസാറിൽ ക്യൂ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് ഇറക്കിക്കാണ് ആൾക്കാർ ഈ ഉത്രാടത്തിൻ്റെ അന്ന്. അപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ ജീവനക്കാരൊക്കെ ആൾക്കാർ കൂടുതലിട്ടിട്ടും അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. സാധനം ആവശ്യം കൂടുതലുണ്ട് സാർ. യൂണിയൻകാരൊക്കെ അവിടെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ പാർട്ടി അല്ലെങ്കിലും എതിർ പാർട്ടിക്കാരൊക്കെ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക. നിൽക്കാൻ നേരമില്ലാത്ത പോലെ തൊഴിലാണ് ആൾക്കാർ കിട്ടുന്നത്. അപ്പോൾ കൃത്യമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ സപ്ലൈകോയിലൊക്കെ നല്ല സാധനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് സപ്ലൈകോയിൽ ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്തിരി വില കുറയ്ക്കേണ്ടി വരും. അമിതമായ വില ഓണത്തിൽ ഈടാക്കാൻ സാധിക്കില്ല. അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭരണസമിതി അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്കറിയാം, ഈ സമയത്ത് മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും, മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽകുമാറിൻ്റെ മണ്ഡലത്തിൽ പോലും സപ്ലൈകോയെ കാരി കാണിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം. ഇത്തവണ അതിൽ മാറ്റം വരും. അപ്പം അങ്ങനെ ശക്തമായ ഒരു ഭരണ നേതൃത്വം നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പോഷക സംഘടനകളെല്ലാം ശക്തമായി തന്നെ പ്രവർത്തിച്ചാലേ പറ്റൂ. എന്തായാലും ആൻ്റപ്പൻ ചേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ അഗസ്റ്റ്യേട്ടൻ തുടങ്ങി വെച്ച് ഇന്നിപ്പോൾ 50 വർഷം പിന്നിടുമ്പോൾ ഇത്രയും ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലാണ് എനിക്ക് തോന്നുന്നു കൂനമ്മാവ് കോട്ടൂളി പ്രദേശത്തെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിറ്റാണ്. ഇത്തവണ എന്നെ ക്ഷണിച്ചപ്പോഴും നമുക്ക് സന്തോഷം തോന്നി. കാരണം ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ ഓണത്തിന് നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളെക്കാൾ കൂടുതൽ ഒരു ഓണക്കിറ്റ് കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സംഘടന ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് തോന്നുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഈ INTUC കൂനമ്മാവ് യൂണിറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുൻകാല നേതാവും പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും പള്ളു സഹകരണത്തിൻ്റെ പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന ജോസഫ് സാർ നിര്യാണം പ്രാപിച്ചതിൻ്റെ ഒരു അനുശോചനം കൂടി നമ്മൾ ഈ യോഗത്തിൽ 2 മിനിറ്റ് എഴുന്നേറ്റെന്ന്. യൂണിയൻ പ്രസിഡന്റ് AO ആൻ്റപ്പൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KA അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏതാണ്ട് 50 വർഷത്തോളമായി ഈ INTUC കൂനമ്മാവിൽ നിലകൊള്ളുന്നത്. കാരണം കോട്ടുള്ളി മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ എല്ലാ പൂളുകളുണ്ടായിരുന്നു. ഇത് 4ാം പൂളാണ്. പല പൂളുകളും നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര കാലമായിട്ട് തുടർച്ചയായി INTUCയുടെ കൊടി പതാക ഉയർത്തുന്നത് കൂനമ്മാവിൽ മാത്രമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിൽ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന അഗസ്റ്റിൻ, അതിനുശേഷം നമ്മുടെ വാഴവേലി ആൻഡ്രൂസ്, ഇവരൊക്കെ നേതൃത്വം കൊടുത്തതാണ്. അതിൻ്റെ കൂടെ ഞാൻ വന്നുണ്ട്, സെക്രട്ടറിയൊക്കെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേക താല്പര്യം, പ്രത്യേക അവരോടുള്ള ആ വാത്സല്യ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നും അത് നിലനിന്ന് പോകുന്നത്. ഒരു മാറ്റമില്ലാതെ നമുക്ക് 11 തൊഴിലാളികളുണ്ട്. പക്ഷേ ഇപ്പോൾ പണി കുറവായതുകൊണ്ട് അവരെല്ലാം 4 പേരെ ഇവിടെ മുമ്പ് പിള്ള് ബാക്കിയെല്ലാം പുറത്ത് പണി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പണിയില്ലാത്ത സമയത്ത് നമ്മുടെ കൂടി യൂണിറ്റിൽ വരും, അവർ തൊഴിലെടുക്കും.
അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർ ഞങ്ങൾ കുറേ കാലമായിട്ട് എന്താ വെച്ചാൽ എല്ലാ ഞായറാഴ്ചകളിലും ഒരു വീട്ടിൽ യോഗം ചേരാറുണ്ട്. നന്നായിട്ട് കാര്യങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് നാളുകളായിട്ട് പൊതുപരിപാടികൾ INTUC നടത്താറില്ല. അവർ സ്വയം കൂടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടത്തിയിരുന്നത്. ഇത്തവണയാണ് ഈ ഓണാഘോഷം നടത്തണമെന്നും അതിന് നേതൃത്വം കൊടുക്കണമെന്നൊക്കെ 2 യൂണിയനും കൂടി തീരുമാനിച്ചത്. അപ്പോൾ അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം നമ്മുടെ ഭരണം വന്നിരിക്കുകയാണ്. ആ ഭരണം എങ്ങനെയാണ്, ആ ഭരണത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ആ ഭരണത്തിൻ്റെ പ്രഥമ ഓണമാണ് ഇപ്പോൾ. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്നത്തെക്കാളും മികച്ച രീതിയിൽ ഈ ഓണത്തെ കൈകാര്യം ചെയ്യാൻ, ഇടപെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് സംതൃപ്തിയുണ്ട്. കഴിവിൻ്റെ പരമാവധി ഈ ഓണത്തിൽ ആളുകളുടെ കയ്യിലേക്ക് ഫണ്ടെത്തിക്കുന്നതിനും അത് ആഹ്ലാദപൂർവ്വം ആക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ യൂണിയൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യൂണിയന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് കളവോ വഞ്ചനയോ ഒന്നുമില്ല. വളരെ ശുദ്ധമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അതിനെ ശുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച് ആ നിലയ്ക്ക് കണക്കുകൾ അവതരിപ്പിച്ച് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശുദ്ധി നിലനിർത്തിക്കൊണ്ട് ശ്രീ ആൻ്റപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് നമ്മുടെ പാരമ്പര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ലാലു, മണ്ഡലം പ്രസിഡന്റ് VH ജമാൽ, അജ്മൽ ഖാൻ, TA വർഗീസ്, PO ദേവസി, ജിബു കാരിക്കശ്ശേരി, ബിനോയ് പുതുശ്ശേരി, രജിത രാജു, തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. കൂനമ്മാവിലെ ശിവഭദ്ര കലാസമിതിയുടെ ഗംഭീര ഓണക്കളി വാർഡ് മെമ്പർ അനു സുനിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സ്ഥലത്തിലെ സത്യസന്ധമായ മികച്ച പ്രവർത്തനത്തിന് AO ആന്റപ്പനെയും മികച്ച കാരുണ്യ പ്രവർത്തനത്തിന് തോമസ് വർഗീസിനെയും മാതൃകാപരമായ വാർഡ് പ്രവർത്തനത്തിന് അനു സുനിലിനെയും ചെയർമാൻ രമേശ് ടി കുറുപ്പ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഓണക്കെട്ട് വിതരണം ജെസി ലാലു നിർവഹിച്ചു. പരിപാടികൾക്ക് രജനീഷ് മോഹൻ, സിജു TC, സനൽ TJ, വിഷ്ണു MS, ലിജു അറക്കിൽ, ഷാജു മാളോത്ത്, സാൻഡി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. വിഘ്നങ്ങൾ തീർത്തരുളും വിഘ്നരാജ ഗണപതിയെ പമ്പയിൽ കുളിച്ചു തോപ്പികേട്ടമിടാമയ്യപ്പ. വിഘ്നങ്ങൾ തീർത്തരുളും വിഘ്നരാജ ഗണപതിയെ പമ്പയിൽ കുളിച്ചു തോപ്പികേട്ടമിടാമയ്യപ്പ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. ഗജമുഖനെ ശിവസുതനെ ഗുരുവരനെ വന്ദനം, അപ്പമാവിൽ ശർക്കരയും പഴവും ഇന്നു നൽകിടാം. ഗജമുഖനെ ശിവസുതനെ ഗുരുവരനെ വന്ദനം, അപ്പമാവിൽ ശർക്കരയും പഴവും ഇന്നു നൽകിടാം. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ,